ഭാഗം 1. ലൊക്കേഷൻ തേടി. മലയാള സിനിമയിലെ മുൻനിര നായകനായ വിക്രം കൃഷ്ണ തിരക്കിട്ട ഷെഡ്യൂളുകൾക്കും ആർഭാടമായ ജീവിതത്തിനും ഒരു ഇടവേള നൽകി സംവിധായകൻ രാഘവന്റെ പുതിയ സിനിമയുടെ ലൊക്കേഷനായി പത്മതളം എന്ന ശാന്തമായ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. നഗരത്തിന്റെ ആരവങ്ങളിൽ നിന്ന് ഏറെ അകലെ പച്ചപ്പും തണുത്ത കാറ്റും നിറഞ്ഞ ആ ഗ്രാമം വിക്രമിന് ഒരു പുതിയ അനുഭൂതിയായിരുന്നു. സിനിമയുടെ നായികയായ അവന്തിക കൂടെയുണ്ടായിരുന്നു. അവൾക്ക് ഗ്രാമത്തിന്റെ സൗന്ദര്യത്തെക്കാൾ വലുത് ഇവിടുത്തെ സൗകര്യക്കുറവായിരുന്നു. A.C ഇല്ലാത്ത മുറിയും മികച്ച കോഫി കിട്ടാത്ത ഹോട്ടലും അവളെ അസ്വസ്ഥയാക്കി. ഷൂട്ടിംഗ് തുടങ്ങി 2 ദിവസം കഴിഞ്ഞതേയുള്ളൂ. ഒരു പ്രധാന പ്രണയരംഗത്തിന്റെ ചിത്രീകരണം നടക്കാനിരിക്കെ അവന്തികയുടെ ക്ഷമ നശിച്ചു. മാഷേ, എനിക്ക് ഈ പൊടിയും ഈച്ചയുമുള്ള അന്തരീക്ഷത്തിൽ അഭിനയിക്കാൻ വയ്യ. എന്റെ മാനേജർ അറിയിച്ചിട്ടുണ്ടാവും. അടുത്ത ഫ്ലൈറ്റിൽ ഞാൻ തിരികെ പോവുകയാണ്. എന്റെ ഡേറ്റുകൾ തീർന്നു. ദേഷ്യത്തോടെ ബഹളം വെച്ച് അവൾ ലൊക്കേഷൻ വിട്ടുപോയി. രാഘവൻ ആകെ തകർന്നുപോയി. പ്രധാന രംഗങ്ങൾ തുടങ്ങാനിരിക്കെ നായിക പിണങ്ങിപ്പോയത് അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. വിക്രം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. സമാധാനിക്കൂ മാഷേ, അവൾക്ക് അഭിനയത്തെക്കാൾ വലുത് ആഡംബരമാണ്. നമുക്ക് വേറെ ആരെങ്കിലും. വേറെ ആര് വിക്രം? ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഈ ഗ്രാമീണ സൗന്ദര്യമുള്ള ഒരു നായികയെ എവിടെ പോയി കണ്ടെത്തും? നാളത്തെ മുഹൂർത്തം രംഗം മുടങ്ങിയാൽ എന്റെ സിനിമ. രാഘവൻ നിസ്സഹായനായി തലയിൽ കൈവച്ചു. ഭാഗം 2. മാലതിയുടെ രംഗപ്രവേശം. അന്ന് വൈകുന്നേരം ലൊക്കേഷനായ പഴയ തറവാടിന്റെ മുറ്റത്ത് ഒരു തുളസിത്തറയ്ക്ക് മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയെ രാഘവൻ കണ്ടു. മാലതി, ഒരു നാടൻ പാവം പെൺകുട്ടി. കടും നീലക്കരയുള്ള മുണ്ടും മഞ്ഞ ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം. മുഖത്ത് കളങ്കമില്ലാത്ത ഒരു സൗന്ദര്യം. കരിമഷി എഴുതിയ കണ്ണുകൾക്ക് നിഷ്കളങ്കതയുടെ തിളക്കം. രാഘവന്റെ മനസ്സിൽ ഒരു മിന്നൽ പിണർ കടന്നുപോയി. ഇതാണ് തന്റെ സിനിമയിലെ നായിക. മോളെ, പേരെന്താണ്? മാലതി പേടിച്ചു വിറച്ചു. മാലതി, എന്റെ സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമുണ്ടോ? മാലതി ഞെട്ടിപ്പോയി. അയ്യോ, സിനിമയോ? എനിക്ക് അഭിനയമൊന്നും അറിയില്ല സാർ. ഞാൻ ഈ ഗ്രാമത്തിലെ. അതൊന്നും പ്രശ്നമല്ല. എന്റെ കണ്ണിൽ നീയാണ് ഈ കഥാപാത്രം. നിനക്ക് അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കും. വെറും 3 ദിവസത്തേക്ക് മാത്രം മതി. ഈ സിനിമയുടെ ജീവൻ നീയാണ് മോളെ. രാഘവൻ വികാരഭരിതനായി. വിക്രവും അപ്പോഴിവിടെയെത്തി. മാലതിയുടെ കണ്ണുകളിലെ ഭയവും അതോടൊപ്പം ഒളിപ്പിച്ചുവെച്ച സിനിമാമോഹവും വിക്രം ശ്രദ്ധിച്ചു. അവൻ രാഘവനെ പിന്താങ്ങി. ഒടുവിൽ ഗ്രാമവാസികളുടെ പ്രോത്സാഹനവും രാഘവന്റെ നിർബന്ധവും വിക്രമിന്റെ സാന്നിധ്യവും മാലതിയെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഭാഗം 3. താലി ചാർത്തിയപ്പോൾ. അടുത്ത ദിവസം ക്ഷേത്രനടയിൽ വെച്ചുള്ള മുഹൂർത്തം രംഗം ചിത്രീകരിക്കാൻ തുടങ്ങി. മാലതിയുടെ കയ്യിൽ വിറയലുണ്ടായിരുന്നു. വിക്രം അവളെ ചേർത്ത് നിർത്തി ധൈര്യം കൊടുത്തു. പേടിക്കേണ്ട മാലതി, ഇത് വെറുമൊരു കളി. ഞാനാണ് നിന്റെ കഥയിലെ നായകൻ. വിശ്വസിച്ച് എന്നെ നോക്കിയാൽ മതി. വിക്രമിന്റെ വാക്കുകൾ അവൾക്ക് ശക്തി നൽകി. രംഗമനുസരിച്ച് വിക്രം അവളുടെ കഴുത്തിൽ വെള്ളിനൂലിൽ കോർത്ത സ്വർണത്താലി ചാർത്തണം. രാഘവൻ ആക്ഷൻ പറഞ്ഞു. വിക്രം വളരെ ശ്രദ്ധയോടെ അവളോടുള്ള സ്നേഹം മുഴുവൻ മുഖത്ത് നിറച്ച് ആ താലിമാല മാലതിയുടെ കഴുത്തിൽ ചാർത്തി. ആ നിമിഷം അതൊരു അഭിനയം മാത്രമായിരുന്നില്ല. ആ താലി തന്റെ കഴുത്തിൽ വീണപ്പോൾ മാലതിയുടെ ഹൃദയം നിലച്ചുപോയതുപോലെ തോന്നി. വിക്രമിന്റെ കണ്ണുകളിലെ സ്നേഹം അഭിനയം മാത്രമായിരുന്നു. തന്റെ കൈകളിൽ പിടിച്ചപ്പോൾ കിട്ടിയ ചൂട് ഒരു താരത്തോടായിരുന്നെങ്കിലും ആ നിമിഷം അവൾക്ക് അവനോട് പ്രണയം തോന്നി. മാലതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിക്രമിനെ തന്നെ നോക്കി നിന്നു. ഇതൊരഭിനയം മാത്രമാണ് മാലതി. ഈ പ്രണയം വെള്ളിത്തിരയിലെ കഥാപാത്രങ്ങൾക്കുള്ളതാണ്. സ്റ്റാർ അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. രാഘവൻ കട്ടു പറഞ്ഞിട്ടും അവൾ ആ താലിയിൽ തൊട്ട് വിക്രമിന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ പ്രണയത്തിന്റെ നനവുണ്ടായിരുന്നു. എന്നാൽ ഈ ലോകോത്തര നടനോട് തന്റെ കൊച്ചു സ്വപ്നം തുറന്നു പറയാൻ അവൾ ഭയന്നു. ഭാഗം 4. പ്രണയം പൂവണിയുമ്പോൾ. ഷൂട്ടിംഗ് അവസാനിക്കാറായി. അവൾ വിക്രമിനെ കാണുമ്പോൾ നാണിക്കുകയും കണ്ടില്ലെങ്കിൽ വേവലാതിപ്പെടുകയും ചെയ്തു. തന്റെ ഉള്ളിലെ പ്രണയം അവൾ ഒളിപ്പിച്ചു വെച്ചു. അവസാന ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം മാലതി തറവാടിന്റെ പിന്നാമ്പുറത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. നാളെ വിക്രം പോകും. ഈ സിനിമയും കഥാപാത്രവും പോലെ അവൻ തന്റെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോകും. എന്താണ് മാലതി മുഖത്തൊരു വിഷമം? വിക്രമായിരുന്നു. മാലതി പെട്ടെന്ന് എഴുന്നേറ്റു. ഒന്നുമില്ല വിക്രം സാർ. സാർ എന്ന് വിളിക്കണ്ട. വിക്രം മതി. അവൻ ചിരിച്ചു. നീ എന്താണ് ആ ദിവസം മുതൽ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്? ആ താലി കെട്ടിയ രംഗം നിന്നെ വല്ലാതെ ബാധിച്ചല്ലേ? മാലതിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നീ എന്നോട് പറയാൻ മടിക്കുന്ന കാര്യം ഞാൻ നിന്നോട് തുറന്നു പറയട്ടെ. വിക്രം അവളുടെ മുഖമുയർത്തി. ആ താലി നിന്റെ കഴുത്തിൽ കെട്ടിയപ്പോൾ എന്റെ ഹൃദയത്തിൽ മറ്റൊരു താലി വീഴുകയായിരുന്നു. എനിക്ക് നിന്നോട് പ്രണയം തോന്നി മാലതി. മാലതിക്ക് വിശ്വസിക്കാനായില്ല. ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു നടൻ തന്നോട്. സാർ, നിങ്ങൾ തമാശ പറയുന്നതാവാം. ഞാൻ വെറുമൊരു ഗ്രാമീണ പെൺകുട്ടി. നിങ്ങൾക്ക്. ഞാൻ തമാശ പറഞ്ഞതല്ല.
ഈ താരത്തിളക്കത്തിനിടയിൽ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ സത്യമാണ് നീ. നിന്റെ നിഷ്കളങ്കതയാണ് എന്റെ മനസ്സ് കീഴടക്കിയത്. ആ രംഗം അഭിനയിക്കുമ്പോൾ നീ എന്നെ നോക്കിയ ആ നോട്ടം, അത് അഭിനയമായിരുന്നില്ല, അതായിരുന്നു പ്രണയം. എനിക്കറിയാം നീയും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. വിക്രമിന്റെ കണ്ണുകളിലെ ആത്മാർത്ഥത മാലതിയുടെ ഭയങ്ങളെല്ലാം ഇല്ലാതാക്കി. അവൾ നിറകണ്ണുകളോടെ സമ്മതം മൂളി. ഞാനും. ആ താലി കെട്ടിയ നിമിഷം മുതൽ. ഭാഗം 5. വെള്ളിത്തിരയ്ക്കപ്പുറം. പിന്നീട് പത്മതളം ഗ്രാമം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. സൂപ്പർ സ്റ്റാർ വിക്രമിന്റെയും ഗ്രാമത്തിലെ സുന്ദരിയായ മാലതിയുടെയും വിവാഹമായിരുന്നു അവിടെ നടന്നത്. രാഘവൻ മാഷിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് വിക്രം ചാർത്തിയ താലി വെള്ളിത്തിരയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ അമ്പലനടയിൽ തന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയ വിക്രം ചാർത്തിയ താലി അവരുടെ യഥാർത്ഥ പ്രണയത്തിന്റെ വെള്ളിനൂലായി. പുറത്തുവരാനിരിക്കുന്ന സിനിമയുടെ വിജയത്തെക്കാൾ വലുതായിരുന്നു പത്മതളം ഗ്രാമത്തിൽ വിരിഞ്ഞ ആ പ്രണയത്തിന്റെ മനോഹാരിത. താങ്കൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൽ മാറ്റങ്ങൾ വരുത്തുവാനോ കഥാപാത്രങ്ങളെക്കുറിച്ച് കൂടുതൽ എഴുതാനോ ആഗ്രഹിക്കുന്നു?